PV സിന്ധു എന്ന മഹതിയെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് ഡൽഹിയിലുള്ള സമയത്ത്. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ സന്തോഷം, അദ്ദേഹം പറഞ്ഞു മനസ്സിലായി ആരാണെന്ന്. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ അവർ വേറെ സ്ഥലത്തേക്കാണ്, 3 വർഷം തൊട്ടടുത്താണ്. കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. കാരണം അവരെ ഞാൻ PV സിന്ധുവിനെ കണ്ടിട്ട് ഷോർട്ട്സ് ഇട്ടിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു ഹാഫ് ട്രൗസർ ഇട്ടിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു ബനിയനിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടെ നിൽക്കുന്നത് അവർ തെലുങ്കോ മറ്റോ ആണ്. അവർ നിൽക്കുന്നത് സാരി ഉടുത്ത് ബ്ലൗസ് ഒക്കെ ഇട്ടാണ്, ആ രീതിയിലാണ് നിൽക്കുന്നത് അവർ. അപ്പം എനിക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. എങ്ങനെയാ മനസ്സിലാവുക? കാരണം വെച്ചാൽ മുഖത്തേക്കാവില്ല നോക്കുണ്ടാവുക. നമസ്കാരം. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ വിഷയം റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ പറഞ്ഞത് മുതൽ നമ്മൾ ഒറ്റ കാര്യത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഒരു ലേഡി, പുരുഷനോ ആരായിക്കോട്ടെ, അവർ എന്ത് രീതിയിൽ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പിന്നെ അവർ സ്വയം തീരുമാനിക്കുകയാണ്, അതിൻ്റെ ഒരു ബൗണ്ടറി അവർ ഫിക്സ് ചെയ്യുകയാണ്, എത്രത്തോളം പോകണം എന്നുള്ള അവർ ഫിക്സ് ചെയ്യുക. അവർക്ക് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം, ഓക്കെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് അവർ നോക്കിയിട്ട് അവർ നോക്കുക, കാണുക, ആസ്വദിക്കുക, ഉപദ്രവമില്ലാത്ത രീതിയിൽ അത് ആസ്വദിക്കുക എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. അതിലപ്പുറം കടന്നു കഴിഞ്ഞാൽ ഏത് പണക്കാരനായി കഴിഞ്ഞാലും പിടി വീഴും എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട്, ഈ ഒരു ന്യൂസ് കൊണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കിൽ വേറെ വല്ല പരിപാടികളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതിലെന്തെങ്കിലും ഉണ്ടോ ഉള്ളുകള്ളികൾ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. കാരണം ഇത്രയും കാലം പറയാത്ത ഹണി റോസ് പെട്ടെന്ന് കാര്യങ്ങൾ വന്ന് പറയുന്നു. പിന്നെ ബോച്ച ആയതുകൊണ്ട്, ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ എന്തെങ്കിലും ഒരു വിവാദ പരിപാടിയോ കാര്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ, എസ്പെഷ്യലി മീഡിയയിലൊക്കെ എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇയാൾ എന്തിൻ്റെ പുറകെ എന്തെങ്കിലും ഒരു കച്ചവട ഒരു ലക്ഷ്യമില്ലാതെ അയാൾ ചെയ്യാറില്ല സാധാരണ. പക്ഷെ ഇതാണെന്ന് തോന്നുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു ന്യൂസ് കണ്ടു, മറുനാടല്ല കണ്ടത്. മറുനാടന് ഡെഫിനറ്റ്ലി ഇന്ന് എനിക്ക് തോന്നുന്നു ആഘോഷ രാവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറുനാടന്. കാരണം കുറച്ച് കാലമായിട്ട് ഇവിടെ ഒരാളും ബോച്ചയ്ക്കെതിരെ പറയാതെ വെറും മറുനാടൻ മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഞാനൊരു ന്യൂസ് കണ്ട പ്രകാരം മേപ്പാടി വയനാട് എസ്റ്റേറ്റിൽ നിന്നാണ് ഇതിനെ ബോച്ചനെ പിടിച്ചത്. ഇയാൾ റിസോർട്ടിന് ചുറ്റും 2 റൗണ്ട് ഓടി എന്നൊക്കെയാണ് മറുനാടനിൽ ന്യൂസ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ആ ന്യൂസ് കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ത്തിന്റെ ഹുങ്കിൽ എന്തുമാകാമെന്ന തീരുമാനത്തോടെ മുന്നോട്ടു പോയിരുന്ന ഒരു മുതലാളി നടിയുടെ പരാതിയിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. തനിക്കെതിരെ കേസെടുക്കാൻ ഒന്നുമില്ലെന്ന ബോച്ചയുടെ ആത്മവിശ്വാസം പൊളിച്ച് 1000 ഏക്കർ റിസോർട്ടിലേക്ക് പോലീസ് കുതിച്ചെത്തി. സ്വർണ്ണക്കട മുതലാളിയെ വളഞ്ഞിട്ട് പിടിച്ച് കേരള പോലീസ്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശപ്രകാരമായിരുന്നു. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് വീഴുകയാണ് എന്ന നിഗമനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്തായാലും ഹണി റോസിന്റെ പരാതി മുതലാളിക്ക് കുടുക്കായി മാറി. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം വയനാട്ടിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്തു. മേപ്പാടിയിൽ ബോബിയുടെ എസ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലായിരുന്നു കൊച്ചി സെൻട്രൽ പോലീസ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. അതിന്റെ കൂടെ ഈ വണ്ടിയിൽ കയറുന്ന കുറച്ച് ക്ലിപ്പും പ്രചരിക്കുന്നുണ്ട്. പിന്നെ ഹണി റോസ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇത്രയും പെട്ടെന്ന് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പുറകെ മാലാ പാർവതി, അങ്ങനെ ഒരുപാട് പേര് ഇനിയും ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സംഭവം എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ ബേസിക് ക്യാരക്ടറാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ക്യാരക്ടറാണ് ഒരു മനുഷ്യന്റെ, ഒരു മനസ്സിന്റെ ഒരു വൈകല്യം തന്നെയാണ് ഇതുപോലുള്ള ഡബിൾ മീനിങ് ഡയലോഗ്സ് അടിക്കുന്ന രീതിയിൽ. ഞാൻ ആദ്യം നമ്മളെ സാമീൻ്റെ ഒരു വീഡിയോ കാണിച്ചില്ലേ, സാമീനെ ഞാൻ അങ്ങനെ വിളിക്കാൻ കാരണം ഒരു സാമീൻ്റെ കോലുള്ളതുകൊണ്ടാണ്. പക്ഷെ വായന്ന് വീഴുന്നൊന്നും സാമിക്ക് ചേർന്നതല്ല. ഇയാൾ ഏതാളെ പരിപാടിയും റോബോട്ട്സും പരിപാടിയും കാര്യങ്ങളും നമുക്കറിയില്ല. ചില കാര്യങ്ങളൊക്കെ പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ദ വേ ഹീസ് പ്രസന്റിങ് തിങ്സ്, അയാൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. ചിലപ്പോൾ അയാളെ ഫോളോ ചെയ്യുന്ന, അയാളെ ഇഷ്ടപ്പെടുന്ന, അയാളുടെ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആയിരിക്കാം. നമുക്കതല്ല. ഒരു കാര്യം കൂടി ഈ സാമിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പറയട്ടെ. ഇന്നലെ ഈ സാമിൻ്റെ വീഡിയോ ഞെട്ട സമയത്ത് സാമി ഫാൻസ് കുറച്ച് പേര് വന്നിട്ട് എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഈ സാമിൻ്റെ വീഡിയോസ്, ബ്രഹ്മ ബൂമർ എന്നാണ് അയാളുടെ ചാനലിൻ്റെ പേര്, പണ്ട് ബ്രഹ്മ കോഗ്നിഷൻ. ഈ ബ്രഹ്മേൻ്റെ ചാനൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ ഒന്ന് മിസ്സിംഗ് ആണ്. ആ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് അറിയുമെന്നുള്ള അറിയില്ല. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള BJP അനുഭാവിയായിട്ടുള്ള പെൺമക്കളുള്ള ഒരു, ഞാൻ ആളെ പേര് പറയുന്നില്ല, പെൺമക്കളുള്ള ഒരു സിനിമാ നടൻ, ഓക്കെ, ഇപ്പോൾ 2 ദിവസമായിട്ട് അവരുടെ മകളുടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്.
അവരുടെ കുറച്ച് ദിവസം മുന്നേ അവരും ലൈഫ് ഓഫ് അനന്തവും തമ്മിലുള്ള ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത കേസാണ്. പക്ഷെ ഒരിക്കലും അവർക്കതൊരു ആ ഫാമിലിക്ക് അതൊരു ഷെയിം ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോ നമ്മൾ പുറത്തേക്ക് ആരും ഇട്ടിട്ടില്ല. പക്ഷെ അതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ ഈ സാമി മുക്കി. ഈ വീഡിയോയിൽ ഈ സാമി പറഞ്ഞിരിക്കുന്നത് ആ സിനിമാ നടന്റെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള ആ സ്ത്രീനെ അത്രയും വളരെ മോശമായിട്ടുള്ള ഡയലോഗാണ്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഡയലോഗ് ഉണ്ട്, അതായത് ഡാഷ് തുനിഞ്ഞാൽ നിർവ്വാണമില്ല എന്നത് യാഥാർത്ഥ്യമായി എന്ന് ഒരു കമന്റ് അതിന്റെ അടിയിൽ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ആ കമന്റാണ് ഈ മനുഷ്യൻ ഈ സാമി പറഞ്ഞിട്ടുള്ള വാക്കുകളാണത്. അവർ തുനിഞ്ഞാൽ നിർവ്വാണമില്ല എന്ന് പറയാൻ കാരണം ആ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ വേർഡ് ഇയാൾ വിളിച്ചത് ഈ പെൺകുട്ടികളുടെ അമ്മേനെയാണ്. യൂട്യൂബ് ചാനലൊക്കെ ഉള്ള അവരുടെ അമ്മേനെയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അവരിടപെട്ടുകൊണ്ടായിരിക്കണം സാമി ആ വീഡിയോ ഒന്ന് മുക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ വേണ്ടി വന്നാൽ എല്ലാവർക്കും കിട്ടും, അത് വേറെ കഥ. അപ്പൊ ഇതുപോലെ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, എന്താണ് ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ എന്ന് പറയും അല്ലേ, ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നു, അങ്ങനെ എന്തോ അല്ലേ മലയാളം അല്ലേ. അപ്പൊ അതുപോലുള്ള ഒരു കേസായിട്ട് ഇയാളെ കണക്കൂട്ടുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. വസ്ത്രധാരണം ശ്രദ്ധിക്കാൻ വേണം, പക്ഷെ അത് പറയേണ്ട രീതി ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ വീഡിയോ ചെയ്യുന്നതിൽ ബോബിനെ അറസ്റ്റ് ചെയ്തു. ഒരു മിനിറ്റ്, ന്യൂസിലേക്ക് പോകുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആക്ട്രസ് ഷിബ്ല ഫറ, പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറംകാരിയാണ് കേട്ടോ അവർ, അന്ന് മനസ്സിലാകുന്നു. പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോമന്റെ കൃതാവായിരുന്നു അവരുടെ ലാസ്റ്റ് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മൂവി. വ്യക്തമായിട്ടുള്ള നിലപാടുള്ളൊരു ലേഡിയാണ്. അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി എനിക്ക് സ്ക്രീനിൽ കാണിക്കാം. ആ സ്റ്റോറി റിലേറ്റഡ് ആയിട്ട് ഏഷ്യാനെറ്റിൽ വന്ന ന്യൂസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഏഷ്യാനെറ്റിൽ പ്രിന്റ് എഡിഷനിൽ വന്നിട്ടുള്ള കുറച്ച് റൈറ്റപ്സ്. ഓക്കെ, അവരുടെ സ്റ്റോറി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അവർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഗൗരവമായിട്ട് എല്ലാവരും കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം ഞാൻ ഈ പോസ്റ്റ് ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. എങ്ങനെയാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു മിനിറ്റ്, ഞാനതിൽ അവരുടെ സ്ക്രീൻഷോട്ടും കൊടുക്കാം, അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റും കൊടുക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ് എങ്ങനെയാണല്ലോ, തലക്കെട്ട് എങ്ങനെയാണ്: പോരാട്ടത്തിന് പിന്തുണ പക്ഷേ നിഷ്കളങ്കമല്ല, ഹണി റോസിനെതിരെ നടി ഫറ ഷിബില സോഷ്യൽ മീഡിയ വിമർശനം ഉണ്ടെന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഫറ ഷിബിലി. എന്നാൽ ഹണി റോസിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ച് ഫറയുടെ പ്രതികരണം വിവാദമാവുന്നു. വിവാദമായിട്ടുണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു മിനിറ്റ്, ഇനിയിപ്പോൾ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ പിന്തുണ ലഭിക്കുകയാണ്. എന്നാൽ ഹണിയുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ എതിരഭിപ്രായമുണ്ട് എന്നുമാണ് നടി ഫറ ഷിബില തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. കക്ഷി അമ്മിണിപ്പിള്ള ഡിവോഴ്സ് എന്ന പടങ്ങളിൽ. ഓക്കെ, ഇതാണ് പോസ്റ്റ്. ഇങ്ങനെ കേട്ടോ: എന്റെ മേഖല ഇതായതുകൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല. മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഗെയ്സിങ്ങിനെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത്? സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായ രഹസ്യമായ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ? ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു. ഒരുപക്ഷെ അവർ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല. ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമുണ്ടാവില്ല. സർവൈവലാണ് അവർക്ക് ഉദ്ഘാടന പരിപാടികൾ എന്നും മനസ്സിലാകുന്നു. പക്ഷേ ഇമ്പാക്ട് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇന്റൻഷൻ. റൈറ്റ് എന്നതാണ് ഷിബില ഫറയുടെ കുറിപ്പ്. ഓക്കെ, നേരത്തെ ഒരു അഭിമുഖത്തിലും ഫറ ഹണി റോസിന്റെ ഉദ്ഘാടനങ്ങൾ സംബന്ധിച്ച് നടത്തിയ കമന്റ് വാർത്തയായിരുന്നു. അതേസമയം ഫറയുടെ ഈ പോസ്റ്റിൽ ഏറെ വിമർശനങ്ങളും വരുന്നുണ്ട്. ഫറയും ഇത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടില്ലേ എന്നതും പലരും ചോദിക്കുന്നുണ്ട്. ബലാത്സംഗ ഇരയുടെ വസ്ത്രത്തെ കുറ്റം പറയുന്ന അതേ മനോനിലയാണ് എന്നത് മറ്റ് കമന്റുകൾ പറയുന്നുണ്ട്. എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. ഒരാൾ നോ പറഞ്ഞാൽ അവിടെ തീർന്നു, അതിലപ്പുറം ഇല്ല. ഹണി റോസിന് പിന്തുണ എന്നതിനപ്പുറം ഒരു പക്ഷേയും ഇല്ല എന്നാണ് കമന്റ്. ഇതിൽ വരുന്ന പല കമന്റ്സാണ് വായിച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് പറഞ്ഞത്, ഈ അമലാപോളിന്റെ കോളേജിലേക്ക് ഇട്ട ഡ്രസ്സ്, ഒരു വേദിയിലേക്ക് എന്താളെ ഡ്രസ്സ് ഇട്ട് പോകണം, ഏത് രീതിയിൽ അവരുടെ ശരീരം എക്സ്പോസ് ചെയ്യണം, കുറച്ചൊക്കെ തടിച്ചിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർ കുറേ പിടിച്ച വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കമന്റ് പറയുന്നത് വെച്ചാൽ ഇപ്പം മറുനാടൻ്റെ ആ ന്യൂസിൽ കണ്ട പോലെ എനിക്ക് എവിടെ അതേ കണ്ടു തോന്നുന്നു. അതായത് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വേഷം മാറ്റേണ്ടതാണ്. അയാൾ ജയിലിൽ കിടക്കുമോ, എത്ര കാലം ജാമ്യമില്ലാ വകുപ്പൊക്കെയാണ് ചുമത്തിക്കുന്നത് മനസ്സിലാണ്. അയാൾ ജയിലിൽ കിടക്കുമോ, എത്ര കാലം ജയിലിൽ കിടക്കുന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല.
എന്തായാലും ഷാജിമാരും ബാക്കിയുള്ള ഷാജി അയാളുടെ മകൻ്റെ വോയിസ് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടു. അപ്പോൾ കമൻ്റ് ഇട്ട ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും അവരുടെ കഥ എന്താണെന്നുള്ളത് അറിയില്ല. ബോബി ചെമ്മണ്ണൂർ എനിക്ക് തോന്നുന്നില്ല അടത്തത്ര. അതിനിടയ്ക്ക് ഇന്നിപ്പോൾ ആരുടെ വീഡിയോ കണ്ട്, ഈ രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോ ആയിട്ട് കണ്ട്. രാഹുൽ ഈശ്വർ ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ അയാളെ എക്സ്പെക്ട് ചെയ്യുന്നത് അയാൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെ നിൽക്കുന്നില്ല. പക്ഷേ ഇതിൽ നല്ല രീതിയിലാണ് വീഡിയോ ചെയ്ത് കണ്ടിട്ടുള്ളത്. അയാളുടെ ചാനലിൽ പോയൊക്കെ കാണാം. രാഹുൽ ഈശ്വർ അയാളെ വീഡിയോയിൽ പറഞ്ഞു കേട്ടു ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണം എന്നിട്ട് കേസ് ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ടോ? അങ്ങനെയാണ് ഇപ്പോൾ ഇവരൊക്കെ കമൻ്റ് ഇട്ടിട്ടും പല പരിപാടികളും ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ തെറ്റുപറ്റിപ്പോയി, മാപ്പ്. അതൊക്കെ ഇനിയിപ്പോൾ അത് അതിൻ്റെതായ വഴിക്ക് നീങ്ങട്ടെ. പക്ഷേ എനിക്കത് അതിൽ വലിയ അഭിപ്രായമില്ല. അഭിപ്രായമൊക്കെ ഉണ്ട് എല്ലാവർക്കും ബാധകമാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ അറിയാതെ ഒരു സമയത്ത് ഒരാൾക്ക് പറ്റുന്ന തെറ്റല്ല. ദിസ് ഇസ് ഹാപ്പനിങ് റിപ്പീറ്റഡ് ടൈംസ്. ഒരാൾക്ക് ഒരു പ്രാവശ്യം പറ്റുന്നതാണ് തെറ്റ്. വീണ്ടും വീണ്ടും പറ്റുന്ന സമയത്ത് അതിനെ തെറ്റ് എന്നൊരിക്കലും വിളിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ അമ്മയുടെ ഒരു പിന്തുണയുടെ കാര്യം കൂടി പറയുന്നുണ്ട്. സീരിയസ് ആയിട്ട് അമ്മേൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അത്രയധികം പരിപാടികൾ നടന്ന് തകർന്ന് തരിപ്പണായിട്ടുള്ള ഒരു ആഡ്ഹോക് കമ്മിറ്റിയാണ് ഇവർക്ക് പിന്തുണ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരുവിധം ടീം മുഴുവൻ ഉണ്ട്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ആരുടെയും തെണ്ടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ കാര്യമാണ് അമ്മയുടെ കഥ. അവർ അതിൻ്റെ ഉള്ളത്തെ പ്രശ്നം ആദ്യം പരിഗണിക്കട്ടെ. ഈ മുകേഷ്, സിദ്ദീഖ്, ആരെടുത്ത് പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ടീംസും ഉണ്ട്. മുകേഷ് സിദ്ദീഖ് പേര് വന്നുകൊണ്ട് മാത്രം പറയാണ്. അപ്പോൾ അമ്മ ശരിയാണ്, നല്ല കാര്യമാണ്, സംഘടനയുടെ പിന്തുണ കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സംഘടന വേണ്ടത്. അവരുടെ സംഘടനയാണ്, അവർ അമ്മയുടെ മെമ്പർ തന്നെയാണ്. അത് വലിയ കാര്യം തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. പക്ഷേ അമ്മയും അമ്മയുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക, അതിനുള്ളിൽ എന്താ കാര്യം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ സാന്ദ്ര തോമസിൻ്റെ അഭിമുഖം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാവണം. കാരണം എന്താ വെച്ചാൽ അവർ അതിൻ്റെ ഉള്ളൊന്നും അനുഭവിച്ചിട്ടുള്ളതും അവർ ഈ പരാതി കൊടുക്കാൻ പോയ സമയത്ത് അവരുടെ അണ്ടർ ഗാർമെൻസിൻ്റെ കളർ നോക്കിയിട്ടും അവരെ ഇതിൻ്റെ കാര്യം നോക്കിയിട്ടും ചിരിച്ചിട്ട് അവരെ ക്ലീവേജ് നോക്കാനും ഇതിനൊക്കെ നടന്ന ആൾക്കാരൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, ആ സംഘടനകൾക്ക് ഉള്ളിലുള്ളത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ബാധകം ആവണം എന്നുള്ളൊരൊറ്റ അഭിപ്രായം മാത്രം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.